ഗുരുവായൂർ ക്ഷേത്ര പ്രാദേശിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗവും ആദരവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ രുക്മിണി റിജൻസിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് ജി.കെ. പ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗുരുവായൂരിൽ നാമസങ്കീർത്തനത്തിന് നേതൃത്വം നൽകിയ ജി.വി. രാമനാഥ അയ്യർ, മാസ്റ്റർ ഓഫ് സർജറി ENT സംസ്ഥാന പരീക്ഷയിൽ 4ാം റാങ്ക് നേടിയ ഡോക്ടർ കൃഷ്ണ എം മേനോൻ, BDSൽ ഡോക്ടർ ടി.വി. അഞ്ജന, SSLC +2 പരീക്ഷകളിലെ വിജയികളെയും അനുമോദിച്ചു. സെക്രട്ടറി P.A. സജീവൻ, ട്രഷറർ മുരളീധര കൈമൾ, വൈസ് പ്രസിഡന്റ് ബിന്ദു നാരായണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ കെ. മുരളീധരൻ, സദാനന്ദൻ താമരശ്ശേരി, മോഹൻദാസ് ചേലനാട്ട് എന്നിവർ സംസാരിച്ചു. നീല പെരുമാൾ, P. ശശിധരൻ, ശൈലജ കേശവൻ, ലതിക പുല്ലാട്ട്, ബിന്ദു ദാസ്, കെ. ഗോവിന്ദദാസ്, P. രാമചന്ദ്രൻ, O.K. നാരായണൻ നായർ, ബാബു വീട്ടിലായിൽ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വത്തിൽ നിയമനം നടത്തുന്ന ഉദ്യോഗാർത്ഥികളിൽ 20% പ്രദേശവാസികൾക്ക് അനുവദിക്കണമെന്നും മാറിവരുന്ന സർക്കാരുകളുടെ നാമനിർദ്ദേശം ചെയ്തുവരുന്ന മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് പ്രാദേശികവാസികളിൽ നിന്നും ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നും ആവശ്യവും പ്രമേയത്തിൽ പാസാക്കി. പ്രധാനമായത് ക്ഷേത്രമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ മേഖലകളിൽ പ്രാദേശികമായിട്ടുള്ള ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുരുവായൂർ ക്ഷേത്രം സംരക്ഷിക്കുന്നത് മറ്റ് പല സ്ഥലങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രാദേശികമായ ഇടപെടലുള്ളൊരു സ്ഥലമാണ്. ഇവിടെ അഗ്നിക്കിരയായതിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞു. ചരിത്രത്തിൽ അതൊക്കെ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ ക്ഷേത്രം കത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഇത് സാമൂതിരിപ്പാടിൻ്റെയോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ആളുകളുടെ കീഴിലുള്ള ഒരു പ്രാദേശിക ക്ഷേത്രമായി തന്നെ നിലനിൽക്കും.